എവിടേക്ക് പോകുന്നെന്ന് ഉറപ്പുണ്ടായിരിക്കണം. ഈ മാതാവ് നല്ല ഉറപ്പിലാണ് കടന്നു പോയത്. അതിന് ഒറ്റ മാർഗമേ ഉള്ളൂ, യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല, യേശു ക്രിസ്തു മാത്രം രക്ഷകൻ. ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യണം. മരിച്ചു കഴിഞ്ഞ് പ്രാർത്ഥിച്ചോ പ്രസംഗിച്ചോ ഉമ്മ കൊടുത്തോ പിന്നെ അതും ഇതും കാണിച്ചൊന്നും സ്വർഗത്തിൽ വിടാനൊക്കത്തില്ല, പോകാൻ നോക്കുകയില്ല. മാതാപിതാക്കളാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ടത് ചെയ്യണം. ജീവിച്ചിരിക്കുമ്പോൾ മിണ്ടത്തുമില്ല, മൃഗലിക്കുകയില്ല, സഹകരിക്കുകയില്ല, ഒരു ഗുണവും വരുത്തുകയില്ല. ചത്ത് കഴിയുമ്പം വന്നിങ്ങനെ നിരന്നിരിക്കുന്ന കാണാൻ ചിലരെ. അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഒരു വാക്കൂടെ പറഞ്ഞിട്ട് പെട്ടെന്ന് പോകും, ഇത് ഞാൻ പറഞ്ഞാലേ ഒക്കുള്ളൂ. ജീവിച്ചിരിക്കുമ്പോൾ ഒരു തോർത്ത് കൊണ്ട് കൊടുത്താൽ അപ്പനും അമ്മയ്ക്ക് അത് ഉപയോഗിക്കാം. ജീവിച്ചിരിക്കുമ്പോൾ തൂവാലയ്ക്ക് പോലും ഗുണം വരാത്ത നീയെ മരിച്ചു കഴിഞ്ഞ് നെഞ്ചത്ത് കൊണ്ട് വെള്ളത്തുണിയോ ശോശപ്പയോ കോടിയോ ഇട്ടിട്ട് ഒരു ഗുണമില്ല. നാട്ടുകാരെ പത്രാസ് കാണിക്കാം. ജീവിച്ചിരിക്കുമ്പോൾ നാടി അരി കൊടുത്താൽ കഞ്ഞി വെച്ച് കുടിക്കും. ജീവിച്ചിരിക്കുമ്പോൾ ഒരു അരിക്ക് പോലും ഉപകാരമില്ലാത്ത നീയെ മരിച്ചു കഴിയുമ്പോൾ, ഞാൻ ആരെയും ഉദ്ദേശിച്ചല്ല, പൊതുവിൽ അങ്ങ് പറയാ, ഈ കക്ഷികളൊക്കെ ചിലപ്പോൾ ഇതിനകത്ത് കാണും. ജീവിച്ചിരിക്കുമ്പം ഒരു നാടി അരിക്ക് ഗുണമില്ലാത്ത നീയെ ചത്ത് കഴിയുമ്പം നാട്ടുകാർക്കെല്ലാം മണ്ണും പഴവും പപ്സും ചാപ്പാട് കൊടുത്തിട്ട് വലിയ ഗുണമൊന്നുമില്ല. ജീവിച്ചിരിക്കുമ്പോൾ അടുത്തേക്ക് എന്ന അമ്മയാണെങ്കിലും പെങ്ങളാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും ഒരു ഉമ്മ കൊടുത്താൽ അവർക്ക് മനസ്സിലാക്കി ഇന്നയാളാ ഉമ്മലെന്നു. ജീവിച്ചിരിക്കുമ്പോൾ സഹകരിക്കത്തില്ല, മിണ്ടത്തുമില്ല, ഒന്നും ചെയ്യത്തില്ല. ചത്ത് കഴിയുമ്പം കമന്ന് കടന്ന് ഉമ്മ വെച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ടത് ചെയ്യണം. ഈ മാന്യ ദൈവദാസിയെ പ്രത്യാശയോടെ യാത്ര അയക്കാം. ഒരു ദിവസം ഓർപ്പിച്ചല്ലോ, ഞാൻ നിങ്ങൾ ഇതിങ്ങനെ കടന്നു പോകണം. യേശുക്രിസ്തു മാത്രം ഏക ദൈവം, യേശുക്രിസ്തു മാത്രം രക്ഷകൻ, യേശുക്രിസ്തുവിൽ കൂടി മാത്രം രക്ഷ. അത് കരസ്ഥമാക്കുവാൻ തുടർന്നുള്ള ശുശ്രൂഷ ഇടയാകട്ടെ. സമയം തന്നതിന് നന്ദി. എളിയവരും തിരുവല്ല സഭയും ദുഃഖ